ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് മഴ കൊണ്ട് ഭയങ്കര പുഴുവാണ്. ഇനിയിപ്പോൾ എനിക്ക് മരുന്നൊന്നും ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ജൈവ മരുന്ന് കടയിൽ പോയാലും മേടിച്ചിട്ട് വരുമായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഇന്ന് ഉണ്ടാക്കാൻ നേരമില്ല, അതാക്കി രക്ഷാൽ പോരാ, പുഴു തേച്ച് നിറഞ്ഞു പോയി. ഒരുപാട് പുഴു വന്നു പോയി മഴ വന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 5 ലിറ്റർ വെള്ളം, ഇപ്പോൾ 6 ലിറ്റർ വെള്ളമുണ്ട്. ഇപ്പോൾ 5 മില്ലി വീതം എടുക്കണം ഇതിനകത്ത്. ഇതെന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസാണ്. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ജൈവ മരുന്നായിട്ട് ബിഗ് ബോസ്. ഞാനിത് എപ്പോൾ ഇത് വാങ്ങുന്നതാണ്. നോക്കിപ്പം ഇത് ബിഗ് ബോസാണ്. ഇത് ബിഗ് ബോസാണ്. ഇതാണ് ബിഗ് ബോസ്. ഇതിനൊരുപാട് പൈസയുണ്ട്. ഈ ജൈവ മരുന്നായതുകൊണ്ട് ഒരുപാട് പൈസയുണ്ട്. ഇനി 150 ഉറുപ്പിക മേലുണ്ട്. ഇനി ഞാനിപ്പം ഈ ഒരു മൂടിക്കാണ്. ഇത് 30 മില്ലിയാണ്. 30 മില്ലിയാണ് അടിച്ചിട്ടില്ലേ. 6 ലിറ്റർ വെള്ളമുണ്ട്. 5 മില്ലിയാണ് ഒരു ലിറ്ററിന് അടിച്ച്. കുറച്ചും കൂടി അധികം എടുക്കാൻ നല്ലതാണ്. എന്താ വെച്ചാൽ പിന്നെ ഇത് അടിച്ച് ജാസ്തിയായിപ്പോയി കുഴപ്പമൊന്നുമില്ല. ഇത് അങ്ങനെ വരുന്ന മരുന്നൊന്നുമല്ല. കേട്ടോ, ഇത് അങ്ങനത്തെ ഒരു മരുന്നാണ്, ജൈവ മരുന്നാണ്. ഇത് എന്നാണ് മഹാരാഷ്ട്ര ബയോ ഫെൽട്രൈസറിനാണ് കാണിക്കുന്നത്. മഹാരാഷ്ട്ര ബയോ അങ്ങനെ വരുന്ന ഇതാക്കുന്നതാണ്, ഉണ്ടാക്കിയിട്ട് വരുന്നതാണ്. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഉണ്ടോ, ഇതാണിപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പം നമുക്ക് മറ്റേ മരുന്നുണ്ടാക്കി അടിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് വേറെ മരുന്നില്ല ഇന്ന് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഞാൻ വെറുതെ എൻ്റെ പൈസ കളിയത്. എന്നാലും തൽക്കാലം പുഴു പോട്ടെ. ഒരുപോലെ ചപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വാങ്ങിയപ്പോൾ ഒരിക്കൽ അടിക്കാനേ എത്തും. അത്രയേ ഉള്ളൂ. ജൈവ മരുന്നിന് ഒരുപാട് പൈസയാണ്. മറ്റേ മരുന്നിന് പോലെയല്ല. മറ്റേ മരുന്നിന് അത്ര പൈസ ഉണ്ടാവില്ല. നമുക്ക് ഒരിക്കൽ അടിക്കാൻ എൻ്റെ 10-50 ഉറുപ്പിക ഉണ്ടാവും. പക്ഷേ ഞാനത് അടിക്കലില്ല. ഇതൊക്കെ കാണിച്ചു തരാം. ഇതാണ് ബിഗ് ബോസ്. കണ്ടാ, ബിഗ് ബോസ് കണ്ടാ, ഉണ്ടല്ലേ ബിഗ് ബോസ്, കണ്ടില്ലേ ബിഗ് ബോസാണ് ഇത്. കണ്ടാ, ഇതാണ് ബിഗ് ബോസ്. ഇത് കണ്ട മഹാരാഷ്ട്ര ഫെർട്ടിലൈസർ. കണ്ടാ, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതെന്നാണ് തോന്നുന്നു. ഇതിവിടെ വരുന്നതാണ്. ഇതെങ്ങനെ അതിൻ്റെ മേലെ അങ്ങനെ കാണുന്നത്, കമ്പനീൻ്റെ പേര് അതാണ് കാണുന്നത്. ഇതിപ്പോൾ ഞാനിത് മുമ്പല്ല ഇത് തന്നെയാണ് മേടിച്ചടിക്കൽ. ജൈവമരുന്ന് ഉണ്ടാക്കലൊന്നുമില്ല. പക്ഷേ അന്നേരം ഒരിക്കൽ അടിക്കാനേ ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്ത് എനിക്ക് 5 ഇന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ അടിക്കുന്നത്. ഇതിപ്പം മേടിച്ചു കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം. അതാണ് ഞാനിപ്പം തൽക്കാലം ഇത് കൊടുക്കട്ടെ വെച്ചിട്ടാണ്. പിന്നെ എന്തെല്ലാം ആക്കി അടിച്ചു കൊടുത്താൽ നമുക്കത് ആവുമല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിവിടെ അതിനെല്ലാം അടിക്കാൻ എത്രണ്ടാ തേച്ചും പുഴു വന്ന് ആ ചപ്പ് തേച്ചിങ്ങനെ പുഴു ഇങ്ങനെ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ എന്നാൽ പറയുന്ന മഴ വന്നിട്ട് പുഴു നിറഞ്ഞിനുമ്പോൾ ഉണ്ടാ പുഴുവിനെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടാ പുഴു കണ്ടാ. ഇങ്ങനെ ചപ്പിൻ്റെ ഉള്ളിൽ പുഴു കണ്ടാ. ഇതേപോലെ കെട്ടിയിട്ട് വരുന്നതിന് ഇത് പോകുന്ന ഇറങ്ങി പിഴിഞ്ഞ് പോകും. തൽക്കാലം അടിച്ചാൽ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം വാങ്ങിയിട്ട് അടിച്ചിന്. ഇപ്പോൾ തേച്ചിപ്പോൾ അടിച്ചു കൊടുത്താൽ ഇത് എത്തുന്നതിൻ്റെ സംശയമാണ്. അത്രക്കും പുഴുവാണ്. എല്ലാത്തിനും ഉണ്ട്. ജൈവ മരുന്നായതുകൊണ്ട് അത്രേ പിടിക്കൂ. എന്നാലും നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്. മണമൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെറുതെ അടിക്കുന്നതാണ്. നോക്കാം. ചില മരുന്നുകളുണ്ട് നല്ല സുഖമായിട്ട് എല്ലാവരും പുഴു വന്നു. ഇതിപ്പോൾ ഒരു അടിക്കൊന്നും തോന്നില്ല. ഇത് 2-3 അടി അടിക്കേണ്ടി വരും. ഇനി അങ്ങനെയുണ്ട്. ഈ മരുന്നടിക്കുന്ന ഈ ജൈവ മരുന്നാകുമ്പോൾ ഒരടിക്കൊന്നും പോവില്ല. പുഴു എല്ലാവരും ചപ്പിലിങ്ങനെ കുറേ പൊറുക്കേണ്ടി വരും. നമുക്ക് കുറേ പൊറുക്കാം. എനിക്കിപ്പം ഒന്ന് ചെയ്യാം. ഉണ്ടില്ലേ. ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ അങ്ങോട്ട് മുളകിനും ഇനി വെണ്ടക്കും തക്കാളിക്കും അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇവിടെ അടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിനെല്ലാം കൂടി ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. കേട്ടോ, ഇത് കണ്ടില്ലേ. ഇതെല്ലാം ഇങ്ങനെ ചപ്പ് ചുരുണ്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് പുശു കൂടുന്നു. ചപ്പ് ചുരുണ്ടി വെച്ചിട്ടാകുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് കൂടുന്നു. കണ്ട,
ആ അച്ചിൽ വേണ്ട, അച്ച് വേണ്ട, വയർ കൂടിയിട്ട് കണ്ട ഇത് വേണ്ട. അതിനിപ്പോൾ ഉപ്പിട്ടിട്ട് വെക്കണം ഇടാ. അതിനിപ്പം വേറെ എന്തെങ്കിലും ഒരു മരുന്ന് ആക്കണം. അച്ചിന് വേണ്ടിയുള്ള ഒരു മരുന്ന് ഉണ്ട് ഇടാ. അത് ഉണ്ടാക്കിയിട്ട് ആക്കി വെക്കണം ഇനി. ഇതിൻ്റെ അകത്ത് കയറാതെ വിധത്തിലാക്കാൻ. കണ്ടാ ഈ വെണ്ടക്കെല്ലാം ഇങ്ങനെ പുഴു ഇങ്ങനെ വരാൻ പോകുന്നു. പക്ഷേ വെണ്ടക്ക ഉണ്ടാലും നിന്ന് പോകും അങ്ങനെ ഇത് അടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ. നല്ല ഉഷാറായിട്ട് വന്നതാണ്. അപ്പോൾ അന്നേരമാണ് ഈ പുഴുവിൻ്റെ കൂട് കെട്ടിയിട്ടാണ് പുഴു ഉണ്ടാകുന്നത്. കൂട് കെട്ടും, ഒരു വെള്ള വണ്ണാമ്പല പോലെ ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ മേലെയാണ്, അതിൻ്റെ ഉള്ളിലാണ് പുഴുവിനെ കൂട് കെട്ടിയിട്ട് കാണുന്നത്. അതിപ്പം ചപ്പ് തേച്ചും പൊന്തിച്ച് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരൊറ്റ തുണിയിട്ട് പറിച്ച് ചാടേണ്ടി വരും. അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതിയല്ലോ. നമുക്കിപ്പോൾ അടിയിലെല്ലാം ഇങ്ങനെ ഒരുപോലെ ആക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഇതിങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇത് ഒരു വല്ലാത്ത പുഴ. ഇപ്പോഴത്തെ മഴക്ക് വന്നതാണ് ഇങ്ങനെ പുഴു. ഇതിങ്ങനെ പുഴുവൊന്നും ഇല്ലായിരുന്നു ഇതേവരെ, ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം നല്ലോണമല്ല പുഴു കാണുന്നു. ഈ നല്ല വൃത്തിയിൽ അടിച്ചു കൊടുത്തിട്ടില്ലേ വേണ്ടല്ലോ. പിന്നെ നമ്മൾ പണിയെടുത്തത് വെറുതെ ആയിപ്പോവും. ഈ വെണ്ടക്കും ഇതിനും കൂടി അടിച്ചു കൊടുക്കാം. തക്കാളിക്കും കൂടി അടിക്കാം. എനിക്ക് ബാക്കിയുള്ളതിന് പിന്നെ അടിക്കാം. എല്ലാം കൂടി ആവില്ല, ഒരുപാട് അടിക്കാനില്ലേ. ഇതിനിപ്പോൾ ഒരുപാട് വേണം. 1 ലിറ്റർ 2 ലിറ്റർ ഒന്നും മതിയാവും തോന്നില്ല. പക്ഷെ അത്രക്കും അകം പുറം അടിക്കണം, എന്നല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ അടിയുന്നോട്ട് മുടിയോളം ഉറുമ്പാണെങ്കിൽ അതിൽ ഒരുപാട് ഉറുമ്പും. ഇതിൻ്റെ അകത്ത് തേച്ച് ഉറുമ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അടിയിലൊക്കെ അടിച്ചു കൊടുക്കണം. എന്നിട്ടും പിന്നെ ഇത് അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടിട്ട് കലക്കി അടിച്ചു കൊടുക്കണം അടിയിൽ. അത് നോക്കട്ടെ, അതിന് അടിക്കാൻ പറ്റും. അന്നേരം ഇതിനെവിടെയെങ്കിലും മുട്ടിപ്പോയിൻ്റെ പിന്നെ ഇത് ഉണങ്ങിപ്പോവും. അതാണ് അവസരം. പച്ചക്കറിക്കടിയെങ്കിലും മുട്ടിപ്പോയെങ്കിൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വേണ്ട എല്ലാത്തിനും നല്ലോണം വൃത്തിയായിട്ട് പൂക്കളും എല്ലാം വരുന്നുണ്ട്. അതാണിപ്പം എല്ലാത്തിനും ഒരു ചപ്പിനെ ഒരു ചുരുണ്ട പോലെയായിപ്പോയി. അതാണ് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പിന്നെ പരിക്കാനാകുമ്പോൾ എല്ലാ സൂക്കേടും വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ എല്ലാം മുറിച്ച് കളഞ്ഞ് ഇതിൻ്റെ അടിയിൽ വരുന്ന ചപ്പെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് വൃത്തിയാക്കാനുണ്ട് ഈ തക്കാളീൻ്റെ. എന്നാൽ മാത്രമേ നന്നാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ശരിയായി കിട്ടൂല. ഇതെല്ലാം ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇതിൻ്റെ അടിയിലെ ചപ്പല്ലതാ ഇതെല്ലാം തിന്ന് കഴിഞ്ഞു പോയി കേട്ടോ. പുഴു അടിയിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഇത്ര വരെ. ഇതെല്ലാം തേച്ചും പുഴു തിന്നിട്ട് ചപ്പ് തേച്ച് തിന്ന് കഴിഞ്ഞു. ഇത് ഞാനങ്ങനെ നോക്കിയിട്ടില്ല, ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ വന്നിട്ടില്ല. അധികം മഴയായതുകൊണ്ട് എനിക്ക് അങ്ങനെ വരാൻ കഴിയാത്തതുകൊണ്ട് ഭയങ്കര വിഷമാണ്. ഇതിപ്പം ആവിപ്പം ചൊറിയായി തേച്ച് പോയി. പുഴുവിൻ്റെ ഇല തേച്ച് തിന്ന് കഴിഞ്ഞു, അടിയിലെ ഇല തേച്ച് തിന്ന് കഴിഞ്ഞു. ഇനിയിപ്പം ഇതിപ്പോൾ അടിച്ചു കൊടുത്താലും പോരാ. ഇത് തേച്ചിപ്പോൾ പൊറുക്കണം. അടിച്ചു കൊടുത്താലും ഇത് പോവില്ല. ഇതിപ്പോൾ പൊറുക്കി കളയേണ്ടി വരും. തേച്ചും ചപ്പ് നോക്കിയിട്ട് നീക്കിയിട്ട് പറിച്ച് കളഞ്ഞ് പൂവിന് മാത്രം അവിടെ നിർത്തിയിട്ട് മുറിച്ച് കളയേണ്ടി വരും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഉണ്ടോ, നല്ലോണം അടിയിലും മേലും എല്ലാം കൂടി ഇങ്ങനെ അടിക്കണം. പിടിച്ച് അടിക്കണം. ചപ്പ് അകവുമ്പോൾ ഒരു ഭാഗമല്ലേ കാണുള്ളൂ, മറ്റേ ഭാഗം കിട്ടൂലല്ലോ. മറ്റേ അടിയിലോട്ടല്ലേ ഇത് വരുന്നത്, അടിയിലല്ലേ ഇത് നിൽക്കുന്നു. പുഴുവും അന്നേരമായി വെള്ളീച്ചെല്ലാം കയറുന്നു ഇത് വരുമ്പോൾ. കണ്ടാ തേച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും അടിച്ച് തീരൂല, അത്രക്കും സമയം വേണം ഇനി. കണ്ടില്ലേ, കണ്ടാ ഇത് പുത്തിരിയായി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ തക്കാളിക്കോ ആ വെണ്ടക്കും കൂടി അടിച്ചു കൊടുത്തു. ബാക്കി നാളെ അടിക്കാം. ഇന്ന് വീഡിയോ വലിയതായി പോകും. പിന്നെ വീഡിയോ അടിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ പച്ചക്കറി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം നമ്മൾ വേണമെന്നെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കണം. ഇത്രയേ പറയാനുള്ളൂ. നാളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.